നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക് എത്തിയിരിക്കുന്നു. രൂപമാറ്റം വരുത്തിയ ബസ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ തന്നെയായിരിക്കും ബസ് സർവീസ് നടത്തുക. സീറ്റിലെ വർധനവാണ് ബസ്സിലെ പ്രധാന മാറ്റം. ബസ് ഇടയ്ക്കിടയ്ക്ക് സർവീസ് നിർത്തുന്നത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഞാനിപ്പോഴുള്ളത് നവകേരള യാത്രയ്ക്ക് ശേഷവും ഏറെ ചർച്ചയായി നിന്ന നമ്മുടെ നവകേരള ബസ്സിലാണ്. നമ്മുടെ നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയാണ് ഇനി നവകേരള ബസ് നിരത്തിലേക്ക് എത്തുക, യാത്രക്കാർക്കിടയിലേക്ക് എത്തുക. ഈ സീറ്റുകൾ ആദ്യം 26 സീറ്റായിരുന്നു. അതിൻ്റെ കൂടെ 11 സീറ്റുകൾ കൂടി കൂട്ടി ഇപ്പോൾ 37 സീറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ടോയ്ലറ്റ് മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അറ്റകുറ്റപ്പണികൾക്കായി നവകേരള ബസ് സർവീസ് നിർത്തിയത്. പക്ഷേ അതുപോലെ തന്നെ ടോയ്ലറ്റ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് പുതിയതായിട്ട് ഇപ്പോൾ വീണ്ടും സർവീസിന് ഇറങ്ങുന്നത്. ഇതുകൂടാതെ തന്നെ വലിയൊരു മാറ്റം, സീറ്റിലെ എണ്ണം കൂടുതൽ തന്നെയാണ്. സീറ്റിലെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ നിരക്കിൽ കുറയാനും, ആദ്യം 1000-ന് മുകളിലായിരുന്നു നിരക്ക്. എന്നാൽ ഇപ്പോൾ സീറ്റ് കൂടിയത് കൊണ്ട് തന്നെ നിരക്ക് 900-ലേക്ക് എത്താനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു വലിയ മാറ്റം ഡോറിൽ വരുത്തിയിട്ടുള്ളതാണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും. യാത്രക്കാർക്ക് വലിയ സൗകര്യങ്ങൾ നൽകുന്ന രീതിയിൽ തന്നെയാണ് നവകേരള ബസ് അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്, ആ സൗകര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ എന്നാൽ കുറച്ചുകൂടി സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ ആദ്യം പിൻവശത്തും ഒരു ഡോർ ഉണ്ടായിരുന്നു, കൂടാതെ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിന് പകരമായി ഇപ്പോൾ ഡോറ് മുൻവശത്തേക്ക് മാത്രം മാറ്റിയിട്ടുണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റ് മാറ്റിയിട്ട് അതിന് പകരമായി സ്റ്റെപ്പ് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. പുറകുവശത്തെ ഡോറ് മാറ്റി. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട മാറ്റം. കൂടാതെ ഇതിലിനി നിരക്കിൻ്റെ കാര്യത്തിലാണ് ഒരു അന്തിമമായ തീരുമാനമുണ്ടാകേണ്ടത്. സമയക്രമത്തിലും തീരുമാനമുണ്ടാകും. ഈ യാത്രക്കാരെ നവകേരള ബസ്സിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിരക്ക് വർധന തന്നെയായിരുന്നു. മറ്റുള്ള ബസ്സുകളെ അപേക്ഷിച്ച് ഈ സീറ്റ് കുറവായതിനാൽ നിരക്ക് കൂടുതലാണ് എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിരുന്നു. അതിൽ തന്നെയാണ് വലിയൊരു മാറ്റം കാണാൻ പോകുന്നത്. നിരക്കിൽ കുറവുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ സാധിക്കുക. കൂടാതെ തന്നെ ഈ ബസ്സിൻ്റെ സമയക്രമത്തിലും മാറ്റമുണ്ടാകും. യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ സമയക്രമങ്ങൾ ക്രമീകരിക്കും. ക്യാമറമാൻ അനുരൂപ് ചീക്കോടിനൊപ്പം ദൃശ്യ പുതിയട, മീഡിയ 1 കോഴിക്കോട്.